ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ഇതൊരു ഗെയിമായിട്ടാണ് വന്നിട്ടുള്ളത്. ഗെയിമിൻ്റെ പേര് നോക്കാൻ വൈകാതെ പറയാം. ആദ്യം നമുക്കിത് എങ്ങനെ ഡൗൺലോഡ് ആക്കണം, ഇതെങ്ങനെ കളിക്കാനൊക്കെ നോക്കാം കേട്ടോ. അപ്പോൾ ഇത് കില്ലും ഗെയിമാണെങ്കിൽ ഗ്രാഫിക്സ് ഒക്കെ കണ്ടപ്പോൾ തന്നെ മനസ്സിലാക്കും. കണ്ടില്ലേ, ഇതൊരു മൊബൈലത്തെ ഗെയിമാണ് കേട്ടോ. നമുക്കിതിൽ വേണമെങ്കിൽ ഇങ്ങനെ ഇതാണ് നമ്മളിപ്പോൾ തരാം. നമ്മൾ ഒരു ഫ്ലാറ്റിലാണ് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഇതാ ഇങ്ങനെ ഫ്രിഡ്ജ് തുറക്കാം, അതേമാതിരി തന്നെ ഫ്രിഡ്ജ് അടക്കാം. ഇവിടെ നമുക്ക് ഫുഡ് ഗണ്ണുകൾ അങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കാം. പിന്നെ നമുക്കിത് ഇപ്പുറത്തേക്ക് ഇങ്ങനെ കറങ്ങിയാണ്ട് ഇവിടെ നമുക്ക് ബിയറൊക്കെ എടുത്ത് കുടിച്ചാൽ അല്ലേ, അങ്ങനത്തെ അടിപൊളി ഗെയിം തന്നെ ഉണ്ടത്. നമുക്ക് എന്തായാലും പറ്റൂത്. പിന്നെ നമുക്കിങ്ങനെ വണ്ടി ടി വി ഇടയിൽ കാണാം അല്ലേ, ഇത് ടീവിൻ്റെ ഇതൊക്കെ ഇട്ടുകൊണ്ട് അവിടെ നമുക്ക് സോഫയിലിരിക്കാം. അവിടെ ഉണ്ട് സോഫ, അപ്പുറത്തുണ്ട് സോഫ, നമുക്ക് അതിലൊക്കെ ഇരിക്കാം കേട്ടോ അല്ലേ. സോഫേൻ്റെ ഇന്ന് നമുക്ക് നീച്ചാണ്ട് ടി വി ഉണ്ട് ഓഫ് ചെയ്തേക്കാം കേട്ടോ. നമുക്ക് നേരെ പോകാം. ടി വി എന്തായാലും നമ്മളിപ്പോൾ ഓഫ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും അടുത്തതിലേക്ക് പോയാൽ കേട്ടോ. ഇവിടെ കണ്ടില്ല കക്കൂസൊക്കെ ഉണ്ട്, കക്കൂസിലേറെ നമുക്ക് എടുക്കാം. അത്യാവശ്യം വീട്ടിലും ഗെയിമാണത്. ഗെയിം പറയുകയാണെങ്കിൽ നമുക്കിതിൽ പിന്നെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇനിയിപ്പോൾ അടുത്ത രണ്ടാമത്തെ ഓപ്ഷൻ ഞാൻ കാണിച്ചുതരാം. കണ്ണാടിലോ നമ്മൾ കാണുന്നില്ല. പിന്നെ അത് ഗ്രാഫിക്സ് പറ്റ ലോലാണ് കേട്ടോ. പറ്റ ലോലിട്ടാണ് ഗ്രാഫിക്സ്. നമുക്ക് കണ്ടപ്പെടാണെങ്കിൽ കട്ടിലേക്ക് ഒരു കടക്കാം അല്ലേ. GTA 5 മൊബൈൽ ഞങ്ങൾക്ക് പോകുന്നുണ്ടോ. അപ്പോൾ ഇതിനെങ്ങനെ കയറ്റാൻ ഡൗൺലോഡാക്കാൻ ഞാൻ പറഞ്ഞു കേട്ടോ. നമുക്ക് ഈ വിളിക്കുന്നുണ്ട്, നമ്മൾ അലമാരി നമുക്ക് ഡ്രസ്സ് മാറ്റാം അല്ലേ. നമുക്ക് കുറേ ഡ്രസ്സുണ്ട്, ഇതൊക്കെ എൻ്റെ അടുത്തുള്ള ഡ്രസ്സുകളുണ്ടോ. നമുക്ക് കയറുമ്പോൾ തന്നെ ഇതൊന്നും കിട്ടൂല. പിന്നെ ഗെയിം ഉണ്ടാക്കിയാൽ നമ്മൾ ഫ്രീ ഫയർ ഉണ്ടാക്കിയ കമ്പനി ഉണ്ടല്ലോ, ബിയറേന ഫ്രീ സിറ്റി, ഓലുണ്ടാക്കിയ ഗെയിമാണ് കേട്ടത്. അടിപൊളി ഗെയിമാണിത്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം. ഞാൻ ഓരോ പറഞ്ഞ് അടുത്തിട്ടുള്ളത്. പക്ഷെ നമുക്ക് അതിന് മുമ്പ് എനിക്ക് സിറ്റിൻ്റെ ഗ്രാഫിക് കൂടി ഒന്നുകൂടി കാണിച്ചു തരാം വൈസ്. സിറ്റിൻ്റെ ഗ്രാഫിക്സും കൂടി ഞങ്ങൾക്ക് കാണിച്ചു തരാം. അങ്ങനെ അടിപൊളി ഗെയിമൊക്കെ തന്നെയാണ് കേട്ടത്. കണ്ടില്ലേ, നമ്മൾ സിറ്റി GTA 5ൻ്റെ അതേമാതിരി തന്നെയല്ലേ. നമ്മളെ ലംബോർഗിനിയാണത്, ഇതിൻ്റെ ലംബോർഗിനിയാണ്, അതിലെടുത്ത ലംബോർഗിനി. നമുക്കിതിൽ വണ്ടി വിട്ടാൽ അതിൽ നമുക്ക് മൾട്ടിപ്ലെയർ ആയിട്ട് കളിച്ചാൽ കേട്ടോ. അപ്പോൾ നമ്മൾ ഇതാണ് നമ്മൾ ഗെയിം. നമുക്ക് എങ്ങനെ കയറ്റാൻ നോക്കിയാലോ. ലെറ്റ്സ് ഗോ ദ വീഡിയോ. അപ്പോൾ ഗൈസ്, അപ്പോൾ നിങ്ങൾ ഈ ഗെയിം കയറ്റാനായിട്ട് ആദ്യം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ആക്കുക. പ്ലേ സ്റ്റോർ ഓപ്പൺ ആക്കിയ ശേഷം സെർച്ച് ബാർ എടുത്തിട്ട് അതിൽ അർബൻ VPN എന്ന് സെർച്ച് ചെയ്യുക. അർബൻ VPN. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഒരു ഏലിയൻ കൂട്ടിൻ്റെ ഒരു റോസ് ചുവപ്പ് കളറിൽ ഇങ്ങനെ ഈ VPN വരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ VPN കയറ്റുക. VPN ആണ് ഇതിന് വേണ്ട VPN. ഈ VPNൻ്റെ യൂസ് നല്ലോണം ഇതിന് വിടുക. എന്ത് ചെയ്യുക, നിങ്ങളെല്ലാം കൂടെ ആയി കഴിഞ്ഞിട്ട് ആ VPN ഓപ്പൺ ആക്കുക. നമ്മളായി കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇൻ്റർവ്യൂസ് വരും. നിങ്ങൾക്ക് വേണമെങ്കിൽ എതിരേക്കാം. ഞാൻ അവിടെ സ്കിപ്പാണ് നിൽക്കുന്നത്. സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, നേരെ നമ്മൾ ആ സെർച്ച് ബാർ എടുത്തിട്ടവിടെ അർജൻറ്റീന നടിച്ച് അവിടെ അർജൻറ്റീന സെർവറിൻ്റെ വരും. നമ്മളാകുമ്പോൾ തൊട്ടിട്ട് എന്ത് ചെയ്യുക, നേരെ കണക്റ്റിങ്ങിൻ്റെ അടിക്ക് കൊടുക്കുക. കണക്റ്റിംഗ് ആവും. കണ്ടിന്യൂ ഞാൻ പിന്നെ എന്താ പറയുക, ഞാൻ കണക്റ്റ് ആക്കണില്ല. ഞങ്ങൾക്ക് കാണിച്ചാൽ നിങ്ങൾ കണക്റ്റ് ആക്കി കഴിഞ്ഞിട്ട് നേരെ നടുവിൽ വെക്കുക. ഇതെന്ത് ചെയ്യുക, നേരെ നിങ്ങൾ പോയിട്ട് നിങ്ങൾ ഗൂഗിൾ എടുക്കുക. നിങ്ങൾ ഗൂഗിൾ എടുത്ത് നിങ്ങൾ മുകളിലുണ്ടാവും ഒരു കളറിലുള്ള അക്ഷരം, ആകുമ്പോൾ തൊടുക. തൊട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ വരും. അങ്ങനെ തൊട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ അടിയിലുണ്ടാവും ഒരു ആഡ് അനദർ അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ. അപ്പോൾ നിങ്ങൾ തൊടുക. തൊട്ട് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരം ഇങ്ങനെ കറങ്ങട്ടോ. കറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ നേരെ ജിമെയിലും പാസ്വേഡൊക്കെ അടിച്ചാൽ ആ ഓപ്ഷൻ കിട്ടും. ഇത് കഴിഞ്ഞ് നിങ്ങൾ ക്രിയേറ്റ് അക്കൗണ്ട് എന്ന ഓപ്ഷൻ നോക്കിയിട്ട് ഫോർ മൈ പേഴ്സണൽ യൂസ് എന്നില്ല നിൽക്കുക. നിങ്ങൾക്ക് കഴിഞ്ഞ് നിങ്ങൾക്ക് വേണ്ട പാസ്വേഡും ജിമെയിലും അതൊക്കെ അടിച്ചിട്ട് ഓക്കെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നടത്തെല്ലാം മുകളിലത്തെ ആകുമ്പോൾ തന്നെ തൊട്ടിട്ട് ഉണ്ടാക്കി വെച്ച അക്കൗണ്ട് കൊണ്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ അക്കൗണ്ട് ലോഗിൻ ആവും. ലോഗിൻ ആയി കഴിഞ്ഞ ശേഷം എന്ത് ചെയ്യുക, നേരെ നടുവിലില്ലേ വാട്ടത്തുമ്പോൾ തൊടാം. തൊട്ടിട്ട് നമ്മൾ പ്ലേ സ്റ്റോർ എടുക്കരുത്. പ്ലേ സ്റ്റോർ എന്ത് ചെയ്യുക, നെക്കി പിടിച്ച പ്ലേ സ്റ്റോറിന് നെക്കി പിടിച്ചിട്ട് ആപ്പിൾ ഫോൺ ഉണ്ടാവും മുകളിൽ. നമ്മൾ തൊട്ടിട്ട് എന്ത് ചെയ്യുക, ആ സ്റ്റോറേജ് ആൻഡ് ആ സാധനത്തുമ്പോൾ തൊട്ടിട്ട് ക്ലിയർ സ്റ്റോറേജ് എന്നെല്ലാം ഡിലീറ്റ് ആക്കുക. അതുപോലെ തന്നെ മറ്റേ തുടങ്ങും ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ അതും ഡിലീറ്റ് ആക്കുക, രണ്ടും ഡിലീറ്റ് ആക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നേരെ പ്ലേ സ്റ്റോർക്ക് തന്നെ കയറുക. പ്ലേ സ്റ്റോർ കയറി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, ആ മുകളിലുണ്ടാവും ആ സാധനം. നമ്മൾ തൊട്ടിട്ട് നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ച അക്കൗണ്ടിൽ ലോഗിൻ ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നേരെ ഗൂഗിൾ എടുക്കുക. ഗൂഗിൾ എടുത്തിട്ട് എന്ത് ചെയ്യുക, നമ്മൾ നേരെ
സെർച്ച് ബാർ പോവാം. സെർച്ച് ബാർ പോയിട്ട് സെർച്ച് ചെയ്യുക ഗരേന ഫ്രീ സിറ്റി. അപ്പോൾ നമുക്ക് നേരെ ഇങ്ങനത്തെ ഓപ്ഷൻ കാണാം, ഗൂഗിൾ പ്ലേ ഗരേന ഫ്രീ സിറ്റി ഇൻസ്റ്റാൾ ആകുമ്പോൾ നമ്മൾ തൊടുക. തൊട്ട് നമ്മൾ നേരെ പ്ലേ സ്റ്റോറിൽ പോകും. എന്നിട്ട് അവിടെ നിന്ന് നമുക്ക് ഇൻസ്റ്റാൾ ആക്കാം. അങ്ങനെയാണ് ഗെയിം ഇൻസ്റ്റാൾ ആക്കുക. ഗെയിം ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, VPN കണക്ഷൻ ഓഫ് ആക്കിയിട്ട് ബാക്കിയൊക്കെ കളഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നേരെ നിങ്ങൾ ഗെയിം ഓപ്പൺ ആക്കുക. ഗെയിം ഓപ്പൺ ആക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരാം. അങ്ങനെ നമ്മൾ ഗരേന ഉണ്ടാക്കിയ ഗെയിം ആയതുകൊണ്ട് അവിടെ ഗരേന എന്നൊക്കെ എഴുതിയാണ്ട് ഇങ്ങനെ വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും, കുറേ ഐറ്റും കുത്തും വരെയൊക്കെയുള്ളത്. അത് നമ്മൾ നോക്കണ്ട, അത് നേരെ ഇൻ്റർഫേസ് തരും. ഇത് നമ്മൾ ലോഡിങ് സ്ക്രീനിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഒരു അപ്ഡേറ്റ് ഉണ്ടാവും. ഒരു 1.4 GB അത്ര കാണിച്ചെന്ന സാധനം ഡൗൺലോഡ് ഉണ്ടാവും. അത് നിങ്ങൾ എന്ത് ചെയ്യുക, നേരെ ഡൗൺലോഡ് ആക്കുക. അത് 2-3 സൈസ് ഡൗൺലോഡ് ആക്കണ്ടിട്ടുണ്ടോ, അത് കഴിഞ്ഞിട്ടാണ് വരിക. നിങ്ങൾ ഡൗൺലോഡ് ആക്കിയിട്ട് എന്ത് ചെയ്യുക, നേരെ പ്ലാൻ ഓൺ ഉണ്ടാവും മുകളിൽ ഓപ്ഷൻ. ആകുമ്പോൾ തൊട്ടാൽ നിങ്ങൾക്ക് ഗൂഗിൾ അക്കൗണ്ട് ഗസ്റ്റ് അക്കൗണ്ടിൽ ലോഗിൻ ചെയ്യേണ്ടി വരും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, നേരെ ഗസ്റ്റ് അക്കൗണ്ട് വെക്കുക. ഇമ്പോർട്ടുണ്ടാവും ടിക്ക് കൊടുക്കൽ സാധനം, അപ്പോൾ കൊടുത്തിട്ട് നിങ്ങൾ ഗസ്റ്റ് അക്കൗണ്ട് കൊടുക്കുക. ഗസ്റ്റ് അക്കൗണ്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കറങ്ങി കഴിഞ്ഞാൽ എനിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ട ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ തൊടുക. അപ്പോൾ അങ്ങനെ കറങ്ങി നിങ്ങൾക്ക് എന്ത് വരും, ട്രൈ ചെയ്യാൻ പറഞ്ഞൊരു സാധനം വരും. അപ്പോൾ എന്ത് ചെയ്യുക, നേരെ VPN ഓഫ് ആക്കുക. VPNക്ക് നേരെ കയറി ചെന്നുകൊണ്ട് എന്ത് ചെയ്യുക, നമ്മൾ VPN ഡിസ്കണക്ട് ആക്കിയാണ്ട് VPN കളയാണ്ട് പിന്നെ നമ്മൾ കയറി വെച്ചിട്ട് നേരെ കയറി ഇങ്ങോട്ട് എന്ത് ചെയ്യുക, ഇതാക്കുക. അപ്പോൾ നമുക്ക് ഗെയിമൊക്കെ കയറാൻ കേട്ടോ. അങ്ങനെ നമുക്ക് ഗെയിമൊക്കെ കയറും കേട്ടോ. ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി. അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് വീണ്ടും വരാം. അതുവരേക്കും ബൈ.